ഒന്ന് ചീഞ്ഞു പോയാലേ മറ്റൊന്നിന് വളമാകത്തുള്ളൂ എന്നൊരു ചൊല്ല് നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് ഒരാൾ വീഴുന്നത് കാത്തിരിക്കുകയാണ് മറ്റൊരാൾ വളരാൻ. ഒരാൾ ഒരു പൊസിഷനിൽ നിന്ന് മാറുന്നത് കാത്തിരിക്കുകയാണ് അവിടേക്ക് ഇടിച്ചു കയറുവാൻ വേണ്ടി. അല്ലെങ്കിൽ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി മറ്റൊരാളെ തകർക്കുന്നതിൽ നമുക്ക് ഒരു സങ്കോചവുമില്ല. അത് രാഷ്ട്രീയത്തിലാകട്ടെ, സിനിമാ മേഖലയിലാകട്ടെ, ഈവൻ ശുശ്രൂഷയിലാകട്ടെ, അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് ദൈവരാജ്യത്തിൻ്റെ സംസ്കാരമല്ല. ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിൽ നീ ഒറ്റയ്ക്കല്ല വളരുന്നത്, അല്ലെങ്കിൽ നീ വളരാൻ വേണ്ടി മറ്റൊരാളെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരുമിച്ച് വളരുന്നതാണ്. നിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ വളരുന്നതും വളർത്തുന്നതുമാണ് നിങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത്. കാര്യം എഫേസ്യ ലേഖനം പറയുന്നത് ഇത് കെട്ടിടമാണ്. ദൈവരാജ്യം ഒരു കെട്ടിടത്തിന് തുല്യമാണ്. അത് കെട്ടിടം ഒരുമിച്ച് വളരുകയാണ്. അതല്ലെങ്കിൽ ഒരു ശരീരമാണ്. ശരീരം യുക്തമായി വളരുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വളർച്ചയ്ക്ക് ആരും തടസ്സമല്ല. നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങൾ മാത്രമാണ് തടസ്സം. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി വേറൊരാളെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റൊരാളെ നശിക്കുന്നത് കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങളെ വളർത്തുന്നത് ദൈവമാണ്. മറ്റുള്ളവരെ വളർത്തുന്ന ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ ദൈവം നിങ്ങളെ വളർത്തും. അതുകൊണ്ട് ദൈവരാജ്യ കാഴ്ചപ്പാടിൽ വളരാൻ ശ്രമിക്കുക. ആരെയും തകർക്കാതിരിക്കുക. കഴിവുള്ളിടത്തോളം മറ്റുള്ളവരെ വളർത്തുക. ഗോഡ് ബ്ലെസ് യു.